പ്ലസ് ടു കഴിയുന്ന സയൻസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയാണ്. മെഡിസിനും എൻജിനീയറിങ്ങും അല്ലാതെ ഏതെല്ലാം മേഖലകളിലേക്കൊക്കെ പോവാം. പലപ്പോഴും അങ്ങനെ വലിയ ഗുണമുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെയാണ് പല കുട്ടികളും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ കോളേജുകളിലൊക്കെയുള്ള കെമിസ്ട്രിയും ഫിസിക്സും പോലുള്ള ഗ്രാജുവേഷൻ മുതൽ നമുക്ക് എല്ലാ വിഷയങ്ങൾക്കും ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പഠിക്കേണ്ട പോലെ പഠിക്കണമെന്ന് മാത്രം. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കുന്നവർക്ക് തുടർന്ന് പഠിക്കാവുന്ന ഒരുപാട് മേഖലകളുണ്ട്. നേരിട്ട് തന്നെ പ്ലസ് ടു സയൻസിന് ശേഷം പോകാവുന്ന ഒരുപാട് മേഖലകളുണ്ട്. പഠിക്കുന്ന രീതി, പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, വളർത്തിയെടുക്കുന്ന നൈപുണ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ ഒരു ആദ്യം മുതലേയുള്ള ഒരു കരിയർ പ്ലാനിങ്, ഇതൊക്കെയാണ് നമ്മളെ വിജയത്തിലെത്തിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം മേഖലകളെക്കുറിച്ചൊരു വിഷൻ തരാനുള്ളൊരു വീഡിയോ ആണിത്. പ്ലസ് ടു സയൻസൊക്കെ എടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ഈ മെഡിസിനും എൻജിനീയറിങ്ങും എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിന് ഉപരിയായിട്ട് നമുക്ക് ഒരുപാട് സാധ്യതകൾ സയൻസ് എടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചുണ്ട്. പ്രത്യേകിച്ച് ഇനി ഇന്ത്യ അങ്ങോട്ട് ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള വർഷങ്ങളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ ഒരു 10 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രൊഡക്ഷൻ ഹബ്ബായിട്ടൊക്കെ ഇന്ത്യ മാറാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മാൻ പവറിനെ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഒരു രാജ്യം, ക്വാളിറ്റിയുള്ള മാൻ പവറുള്ളൊരു രാജ്യം, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു മാൻ പവറുള്ളൊരു രാജ്യം എന്ന നിലയ്ക്കൊക്കെ നമ്മുടെ രാജ്യത്ത് ധാരാളം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല, നമുക്ക് തൊഴിൽ സൃഷ്ടിച്ചേ പറ്റുള്ളൂ. കാരണം ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് തൊഴിൽ കിട്ടണമെങ്കിൽ നമ്മൾ അതിനുള്ള സാധ്യതകളെല്ലാം തുറന്നു കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇനി അങ്ങോട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രയോറിറ്റിയൊക്കെ ഈ കാര്യത്തിലൊക്കെ ആവാനാണ് സാധ്യത. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റികൾ ഇനിയും വരുമെന്നുള്ളതിന് സംശയമില്ല. പക്ഷേ അവിടെ നമ്മുടെ രാജ്യത്തെ ഇത്തരത്തിലുള്ള സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സയൻസ് പഠിക്കുന്നത് വളരെ ആഴത്തിൽ സയൻസ് പഠിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്കുണ്ടായിരിക്കണം. ഇപ്പം സയൻസൊക്കെ പഠിച്ചിട്ടുള്ള പ്ലസ് ടുവിനൊക്കെ സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾ അവർ തന്നെ ആലോചിക്കണം, എനിക്കിതിൽ റിയലി ടാലൻ്റ് ഉണ്ടോ, റിയലി ഇതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, പാഷൻ ഉണ്ടോ. ഇപ്പോൾ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളെടുത്ത് പഠിച്ചതിൽ താല്പര്യമുള്ള കുട്ടികൾക്കാണ് ഈ ആദ്യത്തെ വീഡിയോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. തുടർന്ന് ബയോളജിയെക്കുറിച്ചും മാത്സിനെക്കുറിച്ചുള്ള വീഡിയോയും കൂടെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ കെമിസ്ട്രിയും ഫിസിക്സിലും ഒക്കെ താല്പര്യമുള്ള കുട്ടികളെ സംബന്ധിച്ച് ഒരുപാട് സാധ്യതകൾ നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് മാനുഫാക്ചറിങ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനുഫാക്ചറിങ്, ഇൻഡസ്ട്രിയൽ രംഗത്തൊക്കെ, അതുപോലെ തന്നെ IT, അതുപോലെ കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ, ഇങ്ങനെയൊക്കെയുള്ള രംഗത്തൊക്കെ സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് പോകാം. കൂടാതെ ഇപ്പോൾ ഫിസിക്സ് തന്നെ എടുത്തവരെ സംബന്ധിച്ച് ഫിസിക്സുമായി ബന്ധപ്പെട്ട, അല്ലെ ഫിസിക്സൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരുപാട്, കാരണം ഫിസിക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ ലോജിക്കൽ തിങ്കിങ് ഒക്കെ വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റാണ്. ബുദ്ധിപരമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് അതുമായിട്ട് കമ്പ്യൂട്ടർ, IT മേഖലയിലൊക്കെ കടന്നു ചെല്ലാം. അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ്, അങ്ങനെയൊക്കെയുള്ള മേഖലകളിലേക്ക് കടന്നു ചെല്ലാം. അതുപോലെ നമുക്ക് പോളിടെക്നിക് മേഖലകളിലൊക്കെ പോയിട്ട് ഡയറക്റ്റായിട്ട് തൊഴിൽ പഠിച്ച് അത്തരത്തിലുള്ള മേഖലകളിലേക്ക് പോവാം. ഇതൊന്നും അല്ലാതെ നമുക്ക് ഷിപ്പിങ്, അതുപോലെ തന്നെ ഈ നോട്ടിക്കൽ സയൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കാം. ഓഷ്യോനോഗ്രാഫി പോലുള്ള, ഫോറൻസിക് സയൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ എല്ലാം ഒന്നും നമുക്കൊരു ഗ്രാജുവേഷൻ ലെവലിൽ പോയി പഠിക്കാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല. ഏറ്റവും നല്ല ഒരു അഡ്വൈസബിളായിട്ടുള്ള രീതി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ ധൈര്യമായിട്ട് കോളേജിൽ പോയി ഒരു ഗ്രാജുവേഷൻ ചെയ്യുക. നല്ലൊരു കോളേജിൽ ചെന്ന് ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഒക്കെ ഒരു ഗ്രാജുവേഷൻ എടുത്താൽ തുടർന്ന് നമുക്ക് അതുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്കൊക്കെ പോകാൻ സാധിക്കും. ഇത് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള, ഇപ്പോൾ ഡേറ്റാ സയൻസ് ഇഷ്ടമുള്ള ഒരാളാണ്, ഫിസിക്സ് പഠിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ആ ഡേറ്റാ സയൻസും കോഡിങ്ങും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ പഠിക്കുക. ഇത് കഴിയുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ജോലികളിലേക്ക് പോകാനോ, അല്ലെങ്കിൽ നമുക്കൊരു MCA പോലുള്ള കോഴ്സുകളൊക്കെ തുടർന്ന് പഠിക്കാനോ ഒക്കെയുള്ള അവസരങ്ങൾ കിട്ടും. അപ്പം നമ്മൾ മാത്സ് പ്ലസ് ടുവിനൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ MCAക്കൊക്കെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ എടുത്ത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ
ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി അങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ പഠിക്കാൻ, ഫോട്ടോഗ്രാഫി, സിനിമയുമായി ബന്ധപ്പെട്ട് ഫോട്ടോഗ്രാഫി, സൗണ്ട് എഞ്ചിനീയറിംഗ്, സ്പോർട്സ് സയൻസ്, ജിയോളജി, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ജിയോ ഫിസിക്സ് പോലുള്ള മേഖലകൾ, അതുപോലെ സ്പേസ് സയൻസ് പോലുള്ള കാര്യങ്ങൾ പഠിക്കാം. ഓരോരുത്തരുടെയും താല്പര്യമാണ് ഇതിലൊക്കെ വരുന്നത്. ഇപ്പോൾ ഫിസിക്സ് പഠിച്ചു അതിൽ താല്പര്യമുള്ള ഒരാളാണ്, കെമിസ്ട്രി പഠിച്ചൊരു താല്പര്യമുള്ള ഒരാളാണ്, നമുക്കിതിന് മുമ്പോട്ടൊക്കെ അത്തരം പഠനങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. പിന്നെ ജോലി സംബന്ധമായിട്ട് പോകാനാണ്. ഇപ്പോൾ ഫിസിക്സ് പഠിച്ച ആൾക്കാർക്ക് ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ IT-യുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് എംബഡഡ് സിസ്റ്റം, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ പഠിക്കാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് താല്പര്യം കൂടുതലുള്ള ആ മേഖലകളിലേക്കൊക്കെയാണ് കൂടുതൽ പോകാനായിട്ട് ശ്രമിക്കേണ്ടത്. നമ്മൾ പഠിച്ച വിഷയത്തിനെ കുറച്ച് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് എങ്ങനെ പോകാം, അല്ലെങ്കിൽ അതിനകത്ത് പഠിക്കാനുള്ള കഴിവും നമ്മൾ ആർജിച്ച സ്കില്ലുകളും ഒക്കെ എവിടെ കൊണ്ട് ഉപയോഗപ്പെടുത്താം, അത്തരത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മുമ്പോട്ട് പഠിക്കേണ്ടത്. അപ്പം എല്ലാ മേഖലകളിലും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റി എല്ലാ മേഖലകളിലും ഒരുപോലെയാണ്. പക്ഷേ ഏറ്റവും മിടുക്കരാകാൻ കഴിയുന്ന ഏത് മേഖലയിലാണ്, അവിടെയാണ് നമ്മൾ പോയി ഇതൊക്കെ പഠിക്കേണ്ടത്. ഇതുപോലെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിച്ച കുട്ടികൾക്ക് മാനേജ്മെൻറ്റ് പഠനം വളരെ നല്ലതാണ്. ഒരു MBA ഒക്കെ എടുത്ത് പഠിക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ ആ MBAയിലൊക്കെ തന്നെ പ്രൊഡക്ഷനും മറ്റുമൊക്കെ സ്പെഷ്യലൈസ് ചെയ്യാൻ സയൻസ് പഠിച്ചവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റികളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ നമുക്ക് നടത്താനായിട്ട് പറ്റും. അതുപോലെ IT ഫീൽഡിലൊക്കെയുള്ള ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിച്ച മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഇൻ്റർനാഷണലായിട്ടുള്ള IT ഫേംസിലൊക്കെ ജോലിയിൽ കയറാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസാണ്. അതുപോലെ നമുക്കൊരു ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ട്രെയിനി ആയിട്ടൊക്കെ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് ആയിട്ടുള്ള, ഇപ്പോൾ ടാറ്റയിലൊക്കെ അങ്ങനത്തെ ആൾക്കാരെയൊക്കെ ഗ്രാജുവേറ്റ്സിനെയൊക്കെ എടുക്കും. അപ്പോൾ അങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളിലൊക്കെ കയറാം. ഗവൺമെൻറ് സർവീസിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫിസിക്സും കെമിസ്ട്രി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ബാർക്ക് പോലുള്ള, അതുപോലെ തന്നെ ഈ ONGC പോലുള്ള, IOC പോലുള്ള കമ്പനികളിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എവിടെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ജിയോളജി ഒരു വളരെ വലിയ ഫീൽഡാണ്. കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ അറിയാവുന്ന കുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ പറ്റിയ ഒരു നല്ല ഹയർ സ്റ്റഡി ഓപ്ഷനാണ് ജിയോളജി. മൈനിങ്, പെട്രോളിയം, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ഒക്കെ പോയി പഠിക്കാം. ഇതിനൊക്കെ ഇന്ത്യയിൽ പ്രമുഖമായ ചില യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് എങ്ങനെ എത്തിപ്പെടാം, അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം. അതുപോലെ ഈ എനർജിയുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഒരുപാട് ഗവേഷണങ്ങളും മറ്റും നടക്കുന്നൊരു മേഖലയാണ് എനർജിയുമായി ബന്ധപ്പെട്ട മേഖലകൾ. അതുപോലെ നമുക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ തന്നെ ഒരു ഡോക്ടറേറ്റ് ഒക്കെ എടുക്കാം, റിസർച്ച് ഫീൽഡിലൊക്കെ പോകാം. എഡ്യൂക്കേഷൻ കോളേജിൽ, യൂണിവേഴ്സിറ്റികളിൽ, സ്കൂളുകളിലൊക്കെ വലിയ ഡിമാൻഡാണ് സയൻസ് ടീച്ചേഴ്സിന്. വേൾഡ് ഓവർ സയൻസ് ടീച്ചേഴ്സിന് നല്ല ഡിമാൻഡുണ്ട്. അപ്പം എല്ലായിടത്തും സയൻസ് പഠിപ്പിക്കുന്ന ആൾക്കാരെ ആവശ്യമാണ്, പഠിച്ചവരെ ആവശ്യമാണ്. അപ്പോൾ നല്ല രീതിയിൽ സയൻസ് പഠിക്കുന്നവരാണെങ്കിൽ, കമ്മിറ്റഡായിട്ട് സയൻസ് പഠിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ ആഡ് ചെയ്ത് ഒരു വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പേഴ്സണായി മാറാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഡ്യൂക്കേഷനിലോ റിസർച്ചിലോ ഇൻഡസ്ട്രിയിലോ ഗവൺമെൻറ്റിലോ അതുപോലെ UPSCയുടെ സിവിൽ സർവീസ് പോലുള്ള പരീക്ഷകൾ എഴുതാം. ഇതൊക്കെ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസാണ്. അതുകൊണ്ട് ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിക്കുന്നവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇപ്പോൾ കോളേജുകളിലൊക്കെ ഫിസിക്സും കെമിസ്ട്രിയൊന്നും പഠിക്കാൻ കുട്ടികളില്ല. അതിൻ്റെ 2 കാരണങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് കാണുന്നത്. എനിക്ക് കോളേജ് അധ്യാപകരൊക്കെ ഈ കാര്യത്തിൽ എത്ര കണ്ട് ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒന്ന്, +2-ലൊക്കെയുള്ള ഈ സയൻസ് പഠിത്തം പരീക്ഷ ജയിക്കാനായിട്ട് മാത്രമുള്ളൊരു പഠിത്തം ആയതുകൊണ്ട് പല കുട്ടികളും, ബഹുഭൂരിപക്ഷം കുട്ടികൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തട്ടിക്കൂട്ടിയുള്ള പഠിത്തമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തുടർന്ന് ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ എടുത്ത് പഠിക്കാനുള്ള ധൈര്യമില്ല. ഇതാണ് ഒരു പ്രധാന കാരണം. 2, പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് ഈ മേഖലയിലൊക്കെ മെഡിസിനും എഞ്ചിനീയറിങ്ങും അല്ലാതെ വേറൊരു സാധ്യതയില്ലെന്നുള്ള ഒരു ചിന്തയാണ്. ഇതൊക്കെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തൊക്കെ ഉപയോഗിക്കുന്ന ടെക്നോളജികൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മേഖലകളുണ്ട്. ഇതൊന്നും എഞ്ചിനീയറിങ്ങിലോ മെഡിസിനോ ഒന്നും പോകാതെ തന്നെ നമുക്ക് പോകാനായിട്ട് പറ്റും. ഇന്ത്യയിലെ പ്രമുഖമായ സ്ഥാപനങ്ങളായ ISROയിലോ VSSCയിലോ ഒക്കെ ജോലിയിൽ കയറാൻ ഇത്തരത്തിലുള്ള പഠനങ്ങളൊക്കെ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ജോലിയിൽ കയറാനായിട്ട് പറ്റും. ഒരുപാട് സാധ്യതകളാണ് ഫിസിക്സും കെമിസ്ട്രിയൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കുള്ളത്. പൊതുവേ ഇതിലൂടെ കിട്ടുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, ഒരു സയൻസ് എഡ്യൂക്കേഷനിലൂടെ നമ്മൾ ചിന്തിക്കാൻ പഠിക്കും. തിങ്ക് ചെയ്യാനുള്ള ഒരു പവറാണ് ഏറ്റവും പ്രധാനം. 2, നമ്മുടെ ലോജിക്കൽ സ്കില്ല്. 3, നമ്മുടെ അനലിറ്റിക്കൽ സ്കില്ല്. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ കൂടെ
കുറച്ച് നല്ല സോഫ്റ്റ് സ്കിൽസ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ലീഡർഷിപ്പ് സ്കില്ലും ഇൻ്റർപേഴ്സണൽ സ്കില്ലും പ്രോബ്ലം സോൾവിങ് സ്കില്ലും ഡിസിഷൻ മേക്കിംഗ് സ്കില്ലും ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ലോകം പിടിച്ചെടുക്കുക ഒരു സംശയമില്ല. ഇതുപോലെ ഒരു കാര്യം കൂടെ എടുത്തു പറയുകയാണ്, ഓൺട്രപ്രണർഷിപ്പ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രിയോ എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സോ ഒക്കെ തുടങ്ങണമെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ് ഈ സയൻസൊക്കെ പഠിച്ച കുട്ടികൾക്ക്. കാരണം അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും മനസ്സിലാക്കാനും മാനുഫാക്ചറിങ് രംഗത്തേക്കൊക്കെ ഇറങ്ങാനും ഒക്കെ കൂടുതൽ ലീഡർഷിപ്പ് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികളെല്ലാം വരികയാണ്. നമ്മുടെ പിന്നെ രാജ്യം ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ജോബ് ക്രിയേറ്റേഴ്സിനെയാണ്, ജോബ് സീക്കേഴ്സിനെ അല്ല. നമുക്ക് തന്നെ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും. ചെറുകിട വ്യവസായങ്ങൾക്കൊക്കെ വലിയ സപ്പോർട്ടാണ് ഗവൺമെൻറ്റിൽ നിന്ന് വരുന്നത്. സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ വലിയ സപ്പോർട്ടാണ് ഗവൺമെൻറ്റിൽ നിന്ന് വരുന്നത്. പുതിയതായി ബിസിനസ് രംഗത്തേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് സ്കീമുകൾ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ ഉപയോഗപ്പെടുത്താനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ സാധ്യതയായിരിക്കും. അതുകൊണ്ട് ഇതിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ച ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിച്ച കുട്ടികൾക്കുള്ള സാധ്യതകളാണ്. തുടർന്ന് ബയോളജി അതുപോലെ തന്നെ മാത്സും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ പഠിച്ച കുട്ടികൾക്ക് ഈ +2 കഴിഞ്ഞ് എന്തെല്ലാം മേഖലയിലൊക്കെ പോവാം എന്നുള്ള ഒരു വീഡിയോയും കൂടെ വരും. തീർച്ചയായിട്ടും ഇതിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു പ്രോപ്പർ കരിയർ ഗൈഡൻസ് ഒക്കെ എടുക്കുക. നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്താണ് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു കരിയർ ഗൈഡൻസ് ഒക്കെ എടുക്കുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വളരെ ജീവിതത്തിൽ ഗുണം ചെയ്യും. കരിയർ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ വെറുതെ ഏതെങ്കിലും ഒരു കോഴ്സിനെ പറ്റി മാത്രം അറിയുന്നതല്ല. ആ കോഴ്സ് എങ്ങനെ പഠിക്കണം, അതിന് ശേഷം എന്തെല്ലാം പരീക്ഷകൾ എഴുതാം, എന്തെല്ലാം ഹയർ സ്റ്റഡീസ് ഉണ്ട്, ഏത് നിലവാരത്തിൽ പഠിക്കണം, ആ സമയത്ത് വികസിപ്പിക്കേണ്ട നൈപുണ്യങ്ങൾ എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുട്ടികൾക്ക് മാത്രമല്ല കുട്ടികളോടൊപ്പം കുടുംബത്തിനും മനസ്സിലാക്കാൻ ഒരുമിച്ചിരുന്ന ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനൊക്കെ അവസരങ്ങൾ കിട്ടും. എല്ലാവർക്കും ഒരു നല്ല കരിയർ വിഷ് ചെയ്യുന്നു. ഒരു കരിയർ ജ്ഞാനത്തിലേക്ക് സമൂഹം ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.